పోతుకు రెసిపీ కానికిలా పోతు 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 मुक्तिदाता प्रभु को बेथलेहेम जन्ममो साँझ मेरो हृदयमा कृष्ण राजा बसेको साँझ मेरो हेलो गुड मॉर्निंग हैप्पी क्रिसमस ഭയങ്കര പാട്ടൊക്കെ പാട്ട് പാടും ഇതോടെ പിന്നെ അമ്മ ഇതാണ് വേണ്ടി അമ്മ കുടിച്ച മുരണ്ട അമ്മ ഒരു പരസ്യം ചെയ്ത് നോക്കട്ടെ ഇത് മുരണ്ട ഇതെനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എന്റെ മക്കള് വരുമ്പോ ഇത് മേടിച്ചോണ്ട് വരും. ഈ ഇതടിച്ചാലേ ഗ്യാസിന് ഭയങ്കര ഇതടിച്ചാലേ കിക്കാവുള്ളൂ. കിക്കാവുകൊന്നുമില്ല. ഗ്യാസ് ഗ്യാസിന്റെ ഇതുള്ളത് കൊണ്ട് കുക്ക് വരുമ്പോ എപ്പോ 4 പേര് കുപ്പി ഉണ്ടാവും. ഇപ്പൊ നിങ്ങള് മേടിച്ചേരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. കുടിച്ചാൽ ഗ്യാസിന് നല്ല. അപ്പൊ നമുക്ക് ക്രിസ്മസ് രാവിലെ എല്ലാരും എണിച്ചിട്ടുണ്ട്. ശരിക്കും 6 മണി എണിക്കാൻ പറഞ്ഞത് 7 മണിയായി. അപ്പൊ എണിച്ചിട്ട് നമുക്ക് ഈ അപ്പുകുട്ട ബീഫ് മേടിച്ച് വന്നോ ചിക്കൻ മേടിച്ച് വന്നോ. അപ്പൊ പോത്ത് പോത്തോ ബീഫ് പറയാൻ പാടില്ല. പോത്ത് പറയാൻ ബീഫ് പറയുമ്പോ അവിടത്തെ ആൾക്കാർ പോകാൻ വരുമ്പോ ഇങ്ങനത്തെ നേപ്പാളിൽ ബീഫ് സഭ ജനല ഹാപ്പി ക്രിസ്മസ്. ഈ ചപ്പജാന് മാത്രമേ ഉള്ളൂ. സഭ ജന മീൻസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. मेरे हृदय भरा सबै जनालाई ह्यापी क्रिसमस. അപ്പൊ നമുക്ക് രാവിലെ എണീറ്റിട്ട് എല്ലാരും കിച്ചണിലുണ്ടോ, കാരണം ഫുഡ് ഉണ്ടാക്കണ്ടേ. ഇന്നത്തെ റെസിപ്പി നമുക്ക് ബീഫ് കറി, ചിക്കൻ കറി, പിന്നെ ചേച്ചി നമുക്ക് നാട്ടിക്ക് കുറച്ച് ബീഫും ഉണ്ടാക്കും. നമുക്ക് കേരളത്തൊക്കെ ബീഫ് കറിയും ഉണ്ടാക്കും. പിന്നെ നാട്ടിക്ക് ബീഫ് കറി, പിന്നെ അവിടത്തെ അച്ചാറ് ഗോർഖെ അച്ചാർ. ഗോർഖെ അച്ചാർ മീൻസ് അവിടെ നേപ്പാളി ആൾക്കാർക്ക് ഗോർഖെ പറയുന്നത്. അപ്പൊ ഗോർഖെ അച്ചാറും ഉണ്ടാക്കും. അത്ര ഉണ്ട്. വെറൈറ്റീസ് റെസിപ്പി ഉണ്ടാക്കൂല, ഫുഡ് ഉണ്ടാക്കൂല, കാരണം വേസ്റ്റ് ആവും. കുറെ പച്ചക്കറി വേറെ വേറെ ഐറ്റം ഉണ്ടാക്കുമ്പോ പച്ചക്കറി ഉണ്ടാക്കുമ്പോ കഴിക്കൂല. പിന്നെ മീനും നമുക്ക് ഫുൾ ടൈം മീൻ കഴിക്കൂല, അപ്പൊ മീനും ഉണ്ടാക്കൂല. ഇന്ന് സ്പെഷ്യല് ചിക്കൻ ആൻഡ് പോത്ത്. അല്ല ഈ എന്ത് അച്ചാറുണ്ടാക്കുന്ന പറഞ്ഞേ? അതെന്തുകൊണ്ടാ, എന്ത് സാധനം കൊണ്ട് ഉണ്ടാക്കുന്നത്? ഉരുളക്കിഴങ്ങ്, cucumber, गोरखे अचार. गोरखे अचार आज खाएगा. आज खाया. ഓക്കെ. ഇന്നത്തെ ഓണം വിഷുവിലാണോ? എന്നാ മരിക്ക് പറ ഹാപ്പി ക്രിസ്മസ്. നേപ്പാളിൽ പറ. നേപ്പാളിൽ सबै जनालाई ह्यापी क्रिसमस. ह्यापी क्रिसमस. सबै जनालाई ह्यापी क्रिसमस. सबै जनालाई ह्यापी क्रिसमस. ചേച്ചി ഒരു മാസം അപ്പൊ അമ്മ ഇന്ന് നേപ്പാളി ഫുഡ് കുറച്ച് കഴിക്കുന്നതാണ്. ഇന്ന് അമ്മ അത് കഴിച്ചാൽ മതി. നോക്കട്ടെ. സവാള ഗിരിഗിരി പോലും. यस सवाल गिरी बोलो. सवाल गिरी सवाल गिरी क्या ये कटिंग बोला. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. വീട്ടിലെ ആൾക്കാർക്ക് പറയണ്ട ഹാപ്പി ക്രിസ്മസ്. ഞാൻ എല്ലാവർക്കും ആരാണ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ പിള്ളേരെ എണീച്ചിട്ടില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് പിള്ളേരെ എണീക്കും. അപ്പൊ ഇന്ന് എന്റെ വിഷ് അടി ഉണ്ടാവല്ലേ ഇന്ന്? എഴുതാന്നറിയില്ല. ഈ സമയത്തൊക്കെ എപ്പോഴൊക്കെ അടി വരുവാ. മെയിനായിട്ട് അമ്മ പറഞ്ഞ കേട്ടോ. അമ്മ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, അതാണ് ഏറ്റവും വിഷയം. നിന്റെ കാര്യം പറഞ്ഞ നിന്നെ അവരെ ഓടിച്ചിട്ട് തട്ടി. വീട്ടില് അപ്പൂടെ പറയുമ്പോ ഒന്നും മനസ്സിലാവില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് വീട്ടിൽ നടക്കാറുള്ളൂ. അത് നീ വേഷനിട്ട് കാണിച്ചു. അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാതെ പിന്നെ അത് നടന്നിട്ടുണ്ട്.
അത് ഞാൻ പ്രെഡിക്റ്റ് എന്താ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ കേൾക്കില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കും അമ്മ നടന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതാണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നീ വഴക്കുണ്ടാക്കുന്ന ഞാൻ വീഡിയോ പിടിച്ചു എടുത്തോ. എടുക്കണ്ടെന്ന് പറഞ്ഞോ? നമ്മളെന്താ നമ്മളത് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കണം ലൈവായിട്ട്. സോനം നീ എന്തെങ്കിലും ദേഷ്യപ്പെടുന്ന വെച്ച് ലൈവ് നോക്കോട്ടെ. നീ എന്താ അതെ എല്ലാ ക്രിസ്മസ് ചെറുപ്പത്തിലെ കാര്യങ്ങൾ പറ. ക്രിസ്മസ് കുട്ടിക്കാലത്ത് നമുക്ക് രാവിലെ എനിക്കും പള്ളി പോവും. നമുക്ക് അവിടെ ചർച്ച് പോവും. ഫുഡ് എല്ലാം പുറപടി ചർച്ചില്. അപ്പൊ അവിടെ പള്ളിയിലെ കുറെ സെലിബ്രേഷൻ ഉണ്ടാവും. പിന്നെ പിള്ളേർക്ക് ഗിഫ്റ്റ് കിട്ടും. സൺഡേ സ്കൂളിലേക്ക് എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ ഗിഫ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ചർച്ചില് ഇതുണ്ടാവും. ഫുഡ് വെറൈറ്റി ഫുഡ് ചർച്ചിലുണ്ടാവും. അപ്പൊ നിറച്ച് ഫുഡ് ചർച്ചില് കഴിക്കും. വീട്ടിലുണ്ടാക്കൂലേ? വീട്ടിലുണ്ടാക്കില്ല. നമുക്ക് എല്ലാവരും ചർച്ച് പോകും. ഇപ്പം അങ്ങനെ നമുക്ക് ഈ 25 ഡിസംബർക്ക് വേണ്ടി എല്ലാവരും കാശ് കൊടുക്കുന്നു. നമുക്ക് വീട്ടിലെ ആൾക്കാർ എല്ലാവരും കാശ് കൊടുക്കും. 500, 1000, 2000 എത്ര നമുക്ക് ചെയ്യുന്ന പറ്റും. നമുക്ക് എല്ലാവർക്കും വേണ്ടി ചർച്ചിൽ കുക്കാം. അപ്പൊ ചർച്ചിൽ ആര് കുക്ക് ചെയ്യണേ? എല്ലാവരും ഒരുമിച്ച് യൂത്ത് ആൾക്കാർ, ഫാദേഴ്സ്മാര്, അമ്മമാര് എല്ലാവരും സഹായിക്കും. അപ്പൊ ഫുഡ് ഉണ്ടാക്കും. നല്ല രസം ചർച്ചിൽ, അടിപൊളി. അങ്ങനെ ചർച്ചിൽ എല്ലാരും ചർച്ചില് പോവും. അവിടെ ക്രിസ്മസിന് അങ്ങനെ ഉണ്ടാക്കണം അല്ലേ? അങ്ങനെ ഉണ്ട്. പിന്നെ ഇങ്ങ കേരള ഒരു ദിവസം ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ അവിടെ ഇല്ല. യൂത്ത് വരും, പിള്ളേര് വരും, വേറെ വേറെ ചർച്ചിക്ക് ആൾക്കാരും വരും. 4 ദിവസം 3 ദിവസം കേരള പോവും. കഴിക്കാൻ കിട്ടൂലേ? എല്ലാവർക്കും വീട്ടില് ഫുഡ്. ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് കേരളക്ക് പാട്ട് പാടാം. ഞാൻ, ചേച്ചി, മെറിന. നമ്മുടെ വീടിനുള്ളിൽ ഒരു ക്യാമറ വെക്കണോട്ട്. വീടിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ നമുക്ക് വീടിന്റെ ഉള്ളിൽ ഒരു ബിഗ് ബോസ് ഷോ. അന്നാ നിനക്ക് ചെറിയാക്കും നിന്റെ ചെറിയാട്ടോ. ഇവളങ്ങനെയല്ലേ പറഞ്ഞു ചെറിയാക്കുന്നു. ശരിയാക്കും. ഓ എന്റെ വൈഫിനെ കളിയാക്കല്ലേ? വിശക്കുന്നുണ്ടോ? വിശക്കുന്നേ. സോയിക്കുട്ടി പോത്തിറച്ചി ഉണ്ടാക്കുന്നു. അമ്മ മടിച്ചു നോക്കി നിൽക്കുന്നു. മോശം വന്നാലോ ഞാൻ മോശം പോലെ എന്റെ പക്കത്ത് കയറും. അപ്പൊ അമ്മ അങ്ങനെ ഉണ്ടാക്കി മറ്റേ കാണത്തില്ല. അപ്പൊ ഞാൻ അവളുണ്ടാക്കിയത് എന്റെ പേര് കുറ്റം പറ്റില്ലല്ലോ. അവളുണ്ടാക്കിയാൽ എന്നെ കുറ്റം പറയില്ലേ? ഓ അങ്ങനെ. എന്നാലും കറങ്ങി അമ്മ അടുത്ത് വരുള്ളൂ. ബീഫ് കഴുകി കൊടുത്താരാ? അപ്പൊ നമുക്ക് പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമോ പിന്നെ എന്താ പോത്തു. മെറിന ഹാപ്പി ക്രിസ്മസ് വന്നേ. Happy Christmas. Punishe. Happy Christmas. Happy Christmas. Happy Christmas everyone. Barane. Happy Christmas. Everyone. You kaicha. Good inge undo. Ensiಗೆ happy Christmas. എല്ലാവർക്കും happy Christmas. അവൾക്ക് ലാംഗ്വേജിൽ ഹാപ്പി ക്രിസ്മസ് അങ്ങനെ ഉണ്ട് കേട്ടോ. നേരത്തെ അല്ലടി, നേരത്തെ ഉമ്മ വെച്ചിട്ട് തന്നില്ല. അപ്പൊ ഞാൻ പിണങ്ങി. അതാണ് ഇപ്പൊ നൈസായിട്ട് ഓടി വന്ന് ഉമ്മ തന്നെ. നിന്റെ കൊച്ചു ആരെ മോന്നറിയോ? ഇപ്പഴല്ലേ തന്നെ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടായി. എല്ലാവർക്കും ഇഷ്ടായി. കുറച്ച് എല്ലും വേണോ? എല്ലാം കിട്ടൂല്ല. അല്ലാതെ എന്റെ ഈശോ ഏലുക്കുട്ടി അപ്പം ഉണ്ടോടി? ഏലുക്കുട്ടി അപ്പം വെച്ചിട്ടുണ്ട്. നീ അമ്മച്ചി കഴിച്ചില്ലല്ലോ. അമ്മ തൊട്ട് രാവിലെ കഴിച്ചേ. കല്ലിപ്പ് ദോശ അല്ല, ദോശയും കടലിൽ വെച്ചണം. ഓ ഞാൻ പല്ല് വെച്ചിട്ട് വാ. അമ്മച്ചി എന്താ പറഞ്ഞത്? നിന്റെ അമ്മ
അപ്പം പൊങ്ങിയില്ലാന്ന്. അത് അമ്മക്ക് തരാണ്ടിരിക്കണല്ലോ. ആ അപ്പൊ അവിടെ ചപ്പാത്തി ഉണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചപ്പാത്തി എനിക്ക് എന്റെ വീട്ടിൽ ചൂട്ടിനാ പറഞ്ഞില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തിനാ? കറി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളൂ. 2 മുട്ട വെച്ചാലും കറിയായി. ഓ നമ്മുടെ അമ്മച്ചി ഭയങ്കര കടുപ്പുണ്ടല്ലോ, കടുപ്പ്. ജനല ഹാപ്പി ക്രിസ്മസ്. അടിപൊളിയായില്ല. ജനല ഹാപ്പി. ഞാൻ പഠിച്ചു ഹിന്ദിയൊക്കെ. ഓ ആ നേപ്പാളി ഞാനും പഠിച്ചു. ചേച്ചിയോട് കൂടെ നിൽക്കാൻ പറയാം കുറെ പഠിക്കാൻ. അപ്പൊ അതേ നമുക്ക് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിക്കായിരുന്നു. രാവിലേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബീഫും ഉണ്ടായിരുന്നു. ഇച്ചിരി തയ്ച്ചത്. അപ്പൊ അതേ ഞാൻ ബീഫൊക്കെ റെസിപ്പി ആരും കാണിക്കില്ല ഓൾറെഡി. അപ്പൊ അതേ നമുക്ക് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിക്കായിരുന്നു. രാവിലേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബീഫും ഉണ്ടായിരുന്നു. ഇച്ചിരി തയ്ച്ചത്. അപ്പൊ അതേ ഞാൻ ബീഫൊക്കെ റെസിപ്പി ആരും കാണിക്കില്ല ഓൾറെഡി. പോത്തൊക്കെ റെസിപ്പി കാണിക്കില്ല. പോത്ത് റെസിപ്പി കാണിക്കില്ല ഓൾറെഡി. ഇങ്ങ എല്ലാവർക്കും അറിയുമല്ലോ. അപ്പൊ അതേ നമുക്ക് രാവിലേക്ക് അപ്പം കിட்ட കഴിച്ചിട്ടും ബാലൻസ് ഉണ്ടോ ചോറ് കിട്ടും തിന്നാം. പിന്നെ അടുത്തത് ചിക്കൻ കറി. സോയിക്കുട്ടിക്ക് സ്പെഷ്യൽ ചിക്കൻ കറി ബീഫ് കറി ഇങ്ങനെ ഉണ്ടാകുന്ന അമ്മേ നല്ല സൂപ്പർ. അപ്പൊ അടുത്ത നമുക്ക് ചേച്ചി നമുക്ക് നാട്ടിക്ക് നമുക്ക് അവിടത്തേക്ക് ഇത് എന്താ നമുക്ക് നോൺ വെജ് ഒത്തിരി വെറൈറ്റി ഇല്ല. ചേച്ചി നമുക്ക് വീട്ടില് സാധാ ഉണ്ടാക്കും. വേറെ ആൾക്കാർക്ക് പല പല ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കും. പക്ഷെ നമുക്ക് വീട്ടില് കുറെ മസാല കഴിക്കൂല. പിന്നെ സ്പൈസിയും കുറവാ മസാലയും കുറവാ. അപ്പൊ ചേച്ചി ഇന്നും ഉണ്ടാക്കി എല്ലാ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് ഏറ്റവും നോൺ വെജ് ചിക്കനില് ഉണ്ടാക്കുന്ന പിന്നെ ഫിഷില് ഉണ്ടാക്കുന്ന ഓയില് കടുക് ഓയിൽ മസ്റ്റർഡ് ഓയിൽ നമുക്ക് അവിടത്തേക്ക് രഹസ്യം അല്ലേ എന്താ പറയൂ ടേസ്റ്റ് രഹസ്യം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാല്ലേ बनाओ लो മസ്റ്റർഡ് ഓയിൽ ഇതാലോ. ഈ കടുക് ഓയിലൊക്കെ നല്ല മണം ഭയങ്കര സ്ട്രോങ് മണമുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് സവല എന്തെങ്കിലും മസാല ഇടണം. ചൂടായില്ലേന് പിന്നെ നമുക്ക് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ കടുകക്ക് മണം കിട്ടും. അപ്പൊ നന്നായിട്ട് ചൂട്. फर्स्ट ऑनियन नेपाली में क्या बोलो? प्याज फर्स्ट प्याज डालना है. ओके इसको थोड़ा भूनेंगे. ചേച്ചി മസാല എന്തൊക്കെ ഇടും കാണിച്ചു കൊടുത്തേ. ക്യൂമിൻ പൗഡർ മീൻസ് ജീര പൗഡർ. ഓക്കെ. ധനിയ പൗഡർ. ഇത് എന്താ മസാലപ്പൊടി? ധനിയ. മല്ലിപ്പൊടി 1 സ്പൂണ് ജീര പൗഡർ 1 സ്പൂൺ. അവിടുത്തെ മെയിൻ നോൺ വെജില് ജീര പൗഡർ പിന്നെ ഇത് മല്ലിപ്പൊടി പൗഡർ ഉപയോഗിക്കും. നമുക്ക് പാക്കറ്റ് ഉപയോഗിക്കും. പക്ഷെ നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ജീര പൗഡർ ഇത് ശരിക്കും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാ. हल्दी थोड़ा डाला. कश्मीरी लाल मिर्च ये थोड़ा स्पाइसी है ना. स्पाइसी थोड़ा चिल्ली पाउडर. अब दे मिक्स ചെയ്യും. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. हल्दी മൈലേ. അടുത്ത നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ओके तकाली ओके रमबेड़ा डालो. നമുക്ക് മസാല വെള്ളത്തിൽ ആദ്യത്താണ് എല്ലാവർക്കും പല പല ഉണ്ടാക്കണോ. എന്റെ ചേച്ചി അത്ര സേഫ് ഇല്ല കേട്ടോ. അത്ര സേഫ് ഇല്ല. ചേച്ചി സാധാ ഫുഡ് ഉണ്ടാക്കും. സിമ്പിൾ ഫുഡ് ഉണ്ടാക്കും. मसाला ज्यादा नहीं पड़ता है. കുറച്ച് നേരം ആ ജീരക മണമു കുക്കാവണം. ओके थोड़ा कुक होना चाहिए. उसके बाद ये डाल के सीटी मारना है बस हो गया. लो आयो रेडी आयो. हाँ ये क्या हुआ? बीफ. हाँ बीफ. पोतो बंदे पोतो. नमक डालो. थोड़ा नमक കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം.
ഓക്കെ 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 നമുക്ക് ബീഫ് വേവിക്കാം അതൊക്കെ പകരം നമുക്ക് ഇതുണ്ടാക്കാം ഒരു അച്ചാറുണ്ട് അവിടത്തേക്ക് നേപ്പാളി അച്ചാർ ഗോർക്കി അച്ചാറുണ്ട് അപ്പൊ ഇത് നമുക്ക് കപ്പലണ്ടി ഉണ്ട് കപ്പലണ്ടി വറക്കിട്ട് മിക്സിയിൽ പൊടിയാക്കണം ഇത് ഉരുളക്കിഴങ്ങ് പിന്നെ ഇത് നമുക്ക് കുക്കമ്പർ പിന്നെ പച്ചമുളക് ഒരു ലൈം പിന്നെ സവാള 2 സവാള ഇത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്യേണ്ടത് എത്ര ഓക്കെ കുക്കുംബർ എന്താ പറഞ്ഞത് മറന്നുപോയി കാക്കറ 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 അത് ഇതുണ്ടല്ലോ നിക്കി ഉള്ളില് ഇത് സീഡ് ഉണ്ടല്ലോ അത് ഇടണ്ട ഇട്ടാല് വെള്ളം വരും അപ്പൊ നമുക്ക് ആ സ്കിന്ന് മാത്രം ചുമ്മാ കഴിക്കാം ഓണിയൻ കട്ട് ചെയ്യാം ഇത് കാക്കറ ഇട്ടോ കാക്കറ ഇട്ടോ ആലു ഇട്ടോ ആലു കാക്കറ കാക്കറ ഇതെന്താമ്മേ കുക്കമ്പർ ആലു ഉരുളക്കിഴങ്ങ് ആലു പ്യാജ് ये क्या हमें അതറിയില്ല കുർസാനി അതൊക്കെ നമ്മളെപ്പോഴും പറയണില്ലോടാ ഉരുളക്കിഴങ്ങ് വേവിച്ചോ വേവിച്ചിട്ട് വേവിച്ച് പുഴുങ്ങിയില്ലേ മസ്റ്റർഡ് ഓയിൽ ചൂടാക്കിയിട്ട് നമുക്ക് കടുക് വറുക്കൂലേ അങ്ങനത്തെ വരച്ചിട്ട് ഇടണം ഓക്കേ थोड़ा हल्दी डालना पड़ेगा ऐसा करके इसके ऊपर वो गरम ऑयल डालना മഞ്ഞൾപ്പൊടി ഇതിൽ ഇടണം അപ്പൊ ലാസ്റ്റിൽ ഈ ചൂട് കടുക് ഓയിൽ ഉണ്ടല്ലോ അതിൽ ഒഴിക്കണം ഇത് ഇതിനകത്തുണ്ട് അപ്പൊ ഇച്ചിരി നമുക്ക് കടുക് ഇടാം അപ്പോ മുളക് കുറച്ച് ഇടാം വേപ്പില കരയില അല്ല കരയില അപ്പൊ നമുക്ക് ചൂടത്ത് ഇങ്ങനെ ഒഴിക്കണം ഓക്കേ പിന്നെ നമുക്ക് ഇത് കപ്പലണ്ടി പേസ്റ്റ് ഇടണം അതെ അപ്പൊ ഇത് നമുക്ക് പിന്നെ നാരങ്ങ ഹാഫ് ഇടണം നൂൺ ഇത് നമ്മ ഡയറ്റിംഗ് വേണ്ടി കഴിക്കുന്ന നല്ല രസം കുറച്ച് ഉപ്പ് എനക്ക് അറിയില്ലല്ലോ ഇത് ഉണ്ടാക്കുന്നു പിന്നെ ഗോർഖെ അച്ചാർ റെഡി ഗോർഖെ അച്ചാർ റെഡി അടുത്ത പരിപാടി കുളിക്കാം കുളിച്ചിട്ട് സാരി ഇടാം ചേച്ചിക്ക് മെരീനൊക്കെ സാരി ഇട്ട് കൊടുക്കാം കഴിച്ച് ഇച്ചിരി നോക്കട്ടെ ടേസ്റ്റ് ചെയ്യാം സാരി ഇടാൻ പോവാണോ സാരി ഇടാൻ പോവാ ഓക്കെ അപ്പൊ നമുക്ക് ഫുഡൊക്കെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ ഞാൻ കുളിച്ചിട്ട് റെഡി ആയിട്ട് വരാം ചേച്ചിമാര് കേരള പാട്ട് നമുക്ക് അവിടത്തെ നേപ്പാളി കേരള പാട്ട് പാടും അത് കഴിഞ്ഞിട്ട് ഞാനും മെരീന ഡാൻസ് കളിക്കും ഓക്കെ ഞാൻ കുളിച്ചിട്ട് റെഡി ആയി വരാട്ടോ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം കാണിച്ച് തരാം ചേച്ചിയും കാർത്തെ റൗണ്ട് ചെയ്യും വന്നെ പുനിച്ച് ബാർബി ഡോൾ ഓക്കെ അപ്പൊ അടുത്തത് നമുക്ക് നെക്സ്റ്റ് കേരള പാട്ട് നമുക്ക് അവിടത്തൊക്കെ നേപ്പാളി കേരള പാട്ട് പാടാം ചേച്ചി ഞാന് പെണ്ണി മെരീന അപ്പൊ ചേച്ചി മെരീനൊക്കെ ഇങ്ങനെ ഉണ്ടോ സുന്ദരി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് മലയാളി മാങ്ക മാങ്ക എന്താണ് മങ്കി അപ്പൊ നമുക്ക് കേരള പാട്ട് പാടാട്ടോ ലെറ്റ്സ് പാടാ
1, 2, 3. 3 go. आओ कतिरो मैलो खुसीको दिन आयो मुक्तिदाता प्रभुको बेथलेहममा जन्म भयो साँझ मेरो हृदयमा कृष्ण राजा बसेको साँझ मेरो हृदयमा कृष्ण राजा बसेको जय जय बालक राजाको जय 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 हो सदा जय जय बालक राजाको അപ്പൊ നമുക്ക് ബീഫ് രാവിലേക്ക് ബീഫ് ഇത് ചേച്ചി ഉണ്ടാക്കി ബീഫ് ഓക്കെ പിന്നെ ഇത് ചേച്ചി ഉണ്ടാക്കി സലാഡ് ഇത് ചിക്കൻ കറി പിന്നെ നമുക്ക് സലാസ് ഇത് പുണ്യസേക്ക് ചിക്കൻ കറി പുണ്യസേക്ക് എരിവില്ലാത്ത എല്ലാവർക്കും ഫുഡ് കാണിച്ചല്ലോ അമ്മേ അപ്പൊ ഇതോ നോക്കട്ടെ ഇതോ ചേച്ചി ഉണ്ടാക്കി ബീഫ് കറി നല്ലതാ നമുക്ക് ജീരകം നല്ല ടേസ്റ്റ് അമ്മ കഴിച്ചാ എടുത്ത് കഴിക്ക് അത് നേപ്പാളി ഫുഡ് ബോയിനി എവിടെ ഡോല്ലേ അത് വേണം അമ്മ കഴിക്കുന്നില്ല എല്ലാവർക്കും രുചി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അമ്മേ എനിക്ക് പണ്ടേ കേരള ഫുഡ് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോ അത് ബീഫും ചോറ് അല്ല എടുക്കില്ല നമ്മുടെ അറിയന്നെ പക്ഷെ സ്വല്പം ജീരകം അത്രേ ഉള്ളൂ Chijam is speaking Malayalam? ആ only മലയാളം No, Chijam is speaking English. I know Yes, no yes. കേരള സ്ഥലം पसंद है पसंद है वो खाना खाओ देख रहे हैं खाना खाओ अरे വെരി നൈസ് ചോറ് വേറെ ആന്താ അവരുടെ ഒരു കണ്ട ബിരിയാണി നമുക്ക് വേറെ वो सलाद पसंद नहीं तुमको राइट वाला किधर है? संडे पता नहीं है. ओके wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. 1, 2, 3. Merry Christmas! Actually! പൊളിച്ചു 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 നമുക്ക് അവിടെ കുറേ പാട്ട് പാടും 2-3 പാട്ട് പാടും ഡാൻസ് കളിക്കും പിന്നെ ലാസ്റ്റിൽ ഇങ്ങനത്തെ വിഷ് യു ഹാപ്പി ക്രിസ്മസ് അങ്ങനെ പാട്ട് എൻഡിങ് ചെയ്യും അങ്ങനെ खाना खाया കനകായ अच्छा കനകായ കനകായ ഓക്കെ സൂപ്പർ സൂപ്പർ